Hello guys, welcome to Answers Views. ഇന്ന് നമ്മളിവിടെ വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത് Realme Narzo 20 എന്നുള്ള ഒരു നല്ലൊരു ഫോണാണ്. സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഏകദേശം 10,000 റേഞ്ചിൽ വരുന്ന അപ്പോൾ ആ ഫോണിൻ്റെ അൺബോക്സിങ്ങും അതേപോലെ തന്നെ അത് ഏകദേശം 2-3 ദിവസം ഞാൻ ഉപയോഗിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഷെയർ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ റിയൽമി നാർസോ 20യുടെ ബോക്സ് നോക്കുമ്പോൾ ഇതിൽ മെയിൻ ഫീച്ചേഴ്സ് പുറത്ത് കൊടുത്തേക്കുന്നതിൽ മെയിനായിട്ട് ഇവർ പറയുന്നത് 6000 mAh ബാറ്ററി ഉണ്ട്, അതേപോലെ തന്നെ 48 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ വരുന്നുണ്ട്, പിന്നെ ഹീലിയോ G85 ഗെയിമിംഗ് പ്രൊസറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ 18 വാട്ട് ടൈപ്പ് സി ഫാസ്റ്റ് ചാർജർ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മെയിൻ ഹൈലൈറ്റിംഗ് ആണ്. ഇനി താഴേക്ക് പോയാൽ നമുക്ക് ഇതിൻ്റെ ഞാനിവിടെ ഓർഡർ ചെയ്തേക്കുന്ന കളറ് ഗ്ലോറി സിൽവർ കളറാണ്, ആ ഒരു മോഡലാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ സാർ വാല്യൂ കൊടുത്തിട്ടുണ്ട്. സാർ വാല്യൂ ഹെഡ് സാർ വാല്യൂ വരുന്നത് 1.031 വാട്ട് പെർ കിലോഗ്രാം ആണ്. അതേപോലെ തന്നെ ബോഡി സാർ വാല്യൂയിലേക്ക് വരുമ്പോൾ 0.73 വാട്ട് പെർ കിലോഗ്രാം ആണ്. അതായത് ലിമിറ്റഡ് റേഞ്ചിൽ തന്നെയാണ് വരുന്നത്, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ഞാനിവിടെ ഓർഡർ ചെയ്തേക്കുന്ന വേർഷൻ 4GB റാം 64GB ഇൻറ്റേർണൽ മെമ്മറി ഉള്ള വേർഷനാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നമുക്ക് MRP കൊടുത്തിട്ടുണ്ട്. MRP 12,999 രൂപയാണ്. പക്ഷേ ആക്ച്വൽ പ്രൈസ് അത്രയൊന്നുമില്ല, 10,500 രൂപയാണ് ഈ ഒരു വേരിയൻറ്റിന്. അതുപോലെ തന്നെ അടുത്തൊരു വേരിയൻ്റ് ഉണ്ട് 128 വേർഷൻ, അതിന് വരുന്നത് ഏകദേശം 11,500 1000 രൂപയോടും കൂടും. ഫ്ലിപ്കാർട്ടിലും അതേപോലെ തന്നെ MI സ്റ്റോറിലുമാണ് ഇത് ഓൺലൈനായിട്ട് സെയിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നും പറയുന്നില്ല, ഇനി നമുക്ക് ബോക്സ് പൊട്ടിച്ചിട്ട് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ വലിയ യെല്ലോ ബോക്സ് പൊട്ടിച്ചാൽ നമുക്ക് ആദ്യം തന്നെ കിട്ടുക ഒരു ചെറിയൊരു യെല്ലോ ബോക്സാണ്. അതിനകത്ത് നമുക്ക് കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളും വാറൻറ്റി റിലേറ്റഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ ഒരു സിം ഇജക്ടർ പിന്നും കാണാൻ സാധിക്കും അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട്. പിന്നെ അടുത്തായിട്ട് നമുക്ക് റിയൽമി നാർസോ 20 എന്നുള്ള ഒരു ഡിവൈസാണ് കാണാൻ സാധിക്കുക. അതൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻ ആ ഒരു സിൽവർ കളറ് അതേപോലെ തന്നെ ആ ഒരു മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. വി ഷേപ്പിൽ നമുക്കൊരു സ്ട്രക്ചർ കാണാൻ സാധിക്കും. അതിങ്ങനെ തൊട്ടാൽ ഫീൽ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ രീതിയിലാണ് ഒരു 3D സ്ട്രക്ചറാണ്. പിന്നെ നമ്മൾ ഫോണിൻ്റെ ഫ്രണ്ട് സൈഡിൽ നോക്കിയാൽ ഡിസ്പ്ലേയിൽ സ്ക്രീൻ ഗാർഡ് പ്രീ അപ്ലൈഡ് ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഫോണ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു ഫോണായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത്യാവശ്യം കട്ടിയും അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ളൊരു ഫോണാണ്. പിന്നെ ഇത് ഒക്കെ മാറ്റി നിർത്തിയിട്ട് അടുത്തായിട്ട് നമുക്ക് ചാർജിങ് ബ്രിക്ക് അല്ലെങ്കിൽ ചാർജ് അഡാപ്റ്റർ കാണാൻ സാധിക്കും. 9 വോൾട്ട് 2 ആംപിയർ ചാർജറാണ്, അതായത് 18 വാട്ട് ഫാസ്റ്റ് ചാർജറാണ് വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ അടുത്തായിട്ട് നമുക്കൊരു ടൈപ്പ് സി USB കേബിൾ അല്ലെങ്കിൽ ചാർജിങ് കേബിളും കാണാൻ സാധിക്കും. ഇത്രയാണ് ഈ ബോക്സിലുള്ളത്. നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മിസ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ബാക്ക് കവർ ഇതിനോട് കൂടെ കൊടുക്കുന്നില്ല. എന്തുകൊണ്ടും അറിയില്ല, മുമ്പൊക്കെ ഇതേ ഒരു പ്രൈസ് റേഞ്ചുള്ള ഫോണുകളിലൊക്കെ ബാക്ക് കവറും വന്നിരുന്നു. എന്തായിരുന്നാലും ടാക്സ് ഒക്കെ കൂടിയതാണ്, അതുകൊണ്ട് ചിലപ്പോൾ 10,000 റേഞ്ചിലൊക്കെ വരണം എന്നുള്ളത് കൊണ്ട് മാക്സിമം പ്രൈസ് കുറക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കാം. ഓക്കെ, എന്തോ നമുക്കറിയില്ല. അടുത്തായിട്ട് ഞാൻ ഈ ഫോൺ ഓൺ ചെയ്തു, കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു, എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് ഫോൺ ആദ്യം തന്നെ ഓൺ ചെയ്ത് ഇതിൻ്റെ സെറ്റിങ്സിൽ എബൌട്ട് ഫോണിൽ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. നാർസോ 20 എന്നുള്ള പേര് കൊടുത്തേക്കുന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ആൻഡ്രോയിഡ് വേർഷൻ 10, റിയൽമി യൂസർ ഇൻ്റർഫേസ് വേർഷൻ 1 അങ്ങനെയൊക്കെയാണ് വരുന്നത്. അതേപോലെ തന്നെ 4GB റാം, ഇൻറ്റേർണൽ മെമ്മറി 64GB, ഏകദേശം 50GB മുകളിലായിട്ട് ഫ്രീ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ച് നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് സെക്യൂരിറ്റി പാച്ചാണ് വന്നിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് മൊത്തത്തിൽ നമ്മൾ ഈ ഒരു റിയൽമി യൂസർ ഇൻ്റർഫേസ് ഇപ്പോൾ ഒരു നോക്കുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ മൊത്തത്തിൽ ഒരുപാട് സോഫ്റ്റ്വെയർ കുറഞ്ഞിട്ടുണ്ട്, ബ്ലോട്ട് വെയേഴ്സ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. വളരെ മിനിമലായിട്ടുള്ള കുറച്ച് ബ്ലോട്ട് വെയേഴ്സ് ഉണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് അൺഇൻസ്റ്റാളും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു സിംപ്ലിസിറ്റി ആക്കുന്നുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നല്ല കാര്യം തന്നെയാണ്, വളരെ സിംപ്ലിസിറ്റി ആകട്ടെ എന്നാണ് എൻ്റെ ഒരു താല്പര്യം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിനെ അടുത്തുനിന്ന് പുറത്തുനിന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഫോണിനെ അടുത്ത് നോക്കുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ ടോപ്പിലായിട്ട് നമുക്ക് ഇതിൻ്റെ പ്രോക്സിമിറ്റി സെൻസർ അതുപോലെ തന്നെ ലൈറ്റ് സെൻസർ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്പീക്കർ,
സ്പീക്കർ ഗ്രില്ല്, പിന്നെ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ f2.0 അപ്പർച്ചർ വാല്യൂ ഉള്ള ഒരു സെൽഫി ക്യാമറ കാണാൻ സാധിക്കും. പിന്നെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.5 ഇഞ്ച് സൈസുള്ള ഒരു വലിയൊരു ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ IPS LCD ഡിസ്പ്ലേ ആണ്. പിന്നെ HD റെസൊല്യൂഷനാണ്, HD+ റെസൊല്യൂഷനാണ് ഡിസ്പ്ലേ വരുന്നത്. അതേപോലെ തന്നെ ഈ ക്യാമറയുടെ കട്ടിംഗ് എന്ന് പറയുമ്പോൾ ടിയർ ഡ്രോപ്പ് നോച്ചാണ്, അതല്ലാതെ പഞ്ച് ഹോൾ ടൈപ്പ് അല്ല, ഹോളല്ല, ഒരു കട്ടിംഗ് ആണ് വരുന്നത്. ബോട്ടം സൈഡിലേക്ക് പോയാൽ നമുക്ക് 3.5mm ഓഡിയോ ജാക്ക്, അതുപോലെ തന്നെ പ്രൈമറി മൈക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു USB ചാർജിങ് പോർട്ട് കാണാൻ സാധിക്കും. പിന്നെ അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ സ്പീക്കറും കാണാൻ സാധിക്കും. ഇത്രയാണ് ഉള്ളത്. ഇനി ബാക്ക് സൈഡിലേക്ക് പോയാൽ നാർസോ എന്ന് എഴുതിയേക്കുന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഡിസൈൻഡ് ബൈ റിയൽമി എന്നും ചെറുതാക്കി കൊടുത്തേക്കുന്നത് കാണാൻ സാധിക്കും. അതായത് റിയൽമി എന്ന് ഉള്ളത് ചെറുതാക്കിയിട്ട് നാർസോ വലുതാക്കിയിട്ടുണ്ട്. അത് നമുക്കൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. നാർസോ എന്നുള്ളത് ഒരു സബ് ബ്രാൻഡ് ആക്കി വരാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നു അത് കണ്ടിട്ട്. ഏതായിരുന്നാലും ബാക്കിൽ ആ ഒരു ഫിനിഷൊക്കെ മാറ്റ് ഫിനിഷാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്ട്രക്ചർ നമുക്ക് തൊട്ടാൽ ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫിംഗർ പ്രിൻറ്റോ അല്ലെങ്കിൽ പൊടിയൊന്നും അത്ര പെട്ടെന്നൊന്നും ഫോണിൽ പറ്റിപ്പിടിക്കില്ല, അല്ലെങ്കിൽ നമുക്കത് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. അത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ താഴെയായിട്ടാണ് ബാറ്ററി കിടക്കുന്നത്. ബാറ്ററി 6000 mAh ബാറ്ററിയാണ്, വലിയൊരു ബാറ്ററിയാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോൺ അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇനി അടുത്തായിട്ട് മുകളിലേക്ക് പോയാൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ക്യാമറ മൊഡ്യൂൾ ഇത്രയാണ് ഉള്ളത്. ക്യാമറ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ മെയിൻ ക്യാമറ 48 മെഗാ പിക്സൽ f1.8 അപ്പർച്ചർ വാല്യൂ ഉള്ള ഒരു ക്യാമറ ആണ് വരുന്നത്. ഇത് ക്യാമറ സെൻസർ ഏതാണെന്നൊന്നും റിയൽമി പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നില്ല. മിക്കവാറും സാംസങ്ങിൻ്റെ GM1 സെൻസർ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് വരാറുള്ളത്. അതായത് പ്രത്യേകം എടുത്ത് പറയുകയാണെങ്കിൽ അതിൻ്റെ സോണിയുടെ സെൻസർ അങ്ങനെയൊക്കെ ആകുമ്പോൾ, മെയിൻ സെൻസറുകളൊക്കെ ആകുമ്പോഴാണ് ഈ കമ്പനികൾ എടുത്ത് പറയാത്ത സാഹചര്യത്തിൽ നമുക്കതിൽ കുറച്ച് കുറഞ്ഞ ഇതായിരിക്കും അവർ യൂസ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കോമൺ സെൻസാണ്. അതേപോലെ തന്നെ അടുത്തായിട്ട് ഇതിൻ്റെ രണ്ടാമത്തെ ക്യാമറ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ആണ്, 119 ഡിഗ്രി വൈഡായിട്ടുള്ള ക്യാമറയാണ്. മൂന്നാമത്തെ ക്യാമറ 2 മെഗാ പിക്സൽ മാക്രോ ക്യാമറയാണ്. ഭാഗ്യം 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസർ ആയില്ല അത് എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. ഈ 2 മെഗാ പിക്സൽ മാക്രോ ക്യാമറ ഏകദേശം 4 സെൻറ്റിമീറ്റർ അടുത്ത് വരെ ക്ലോസപ്പ് ആയിട്ട് അതിലാണ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി കിട്ടുക. 4 സെൻറ്റിമീറ്റർ അടുത്ത് പോയിട്ട് എടുക്കുമ്പോൾ, അതായത് മുമ്പുള്ള റിയൽമി ഫോണുകളിലൊക്കെ വരുന്ന 2 മെഗാ പിക്സൽ മാക്രോ ക്യാമറയുടെ അതൊരു സ്പെസിഫിക്കേഷനാണ്. ഇനി അടുത്തായിട്ട് ഒരു LED ഫ്ലാഷും കാണാൻ സാധിക്കും. ഇത്രയാണ് ക്യാമറ മൊഡ്യൂളിലുള്ളത്. ഇനി നമുക്ക് ഫോണിൻ്റെ ടോപ്പ് സൈഡിൽ പോയാൽ ഭാഗ്യം ഇവിടെ ഒന്നും പറയാനില്ല. അറ്റ്ലീസ്റ്റ് ഒരു സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്കെങ്കിലും റിയൽമിക്ക് കൊടുക്കായിരുന്നു. മുമ്പും അവരിങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അതായത് 10000 റേഞ്ചിലേക്ക് വരുമ്പോൾ അവർ ഈ സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് എന്നുള്ള സംഭവം കട്ട് ചെയ്യും. പക്ഷേ റെഡ്മി അങ്ങനെ ചെയ്യുന്നില്ല. റെഡ്മിയെ പൊക്കി പറയുന്നില്ല, മറ്റു കാര്യങ്ങളിലൊക്കെ റെഡ്മി പിറകിലാണ്. ഇനി നമ്മൾ ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നാൽ നമുക്ക് സിം ട്രേ കാണാൻ സാധിക്കും. സിം ട്രേയെ കുറിച്ച് പറയുമ്പോൾ ട്രിപ്പിൾ സ്ലോട്ടാണ്. അതായത് അറ്റ് എ ടൈമിൽ നമുക്ക് 2 സിമ്മും ഒരു മെമ്മറി കാർഡും ഇത് 3 ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റും. നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഫോൺ മൊത്തത്തിൽ പ്ലാസ്റ്റിക് ആണ്, സൈഡും എല്ലാം പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ഇനി ഫോണിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് പവർ ഓൺ ഓഫ് അല്ലെങ്കിൽ സ്ക്രീൻ ഓൺ ഓഫ് ബട്ടൺ കാണാൻ സാധിക്കും. അതിന് മുകളിലായിട്ട് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ കാണാൻ സാധിക്കും. ഇത്രയാണ് ഫോണിൻ്റെ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുക, ക്ലോസപ്പ് ആയിട്ട് നോക്കുമ്പോൾ. ഇനി അടുത്തായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ഫോണിൻ്റെ ലോക്കിങ്ങും, അതായത് ഫിംഗർ പ്രിൻറ്റ് സെൻസർ, അതേപോലെ തന്നെ ഫേസ് അൺലോക്കിങ് ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. ആദ്യം തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസറിനെ കുറിച്ച് പറയുമ്പോൾ കൺവെൻഷണൽ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. നമുക്കറിയാം അത് ഫാസ്റ്റ് ആയിട്ടുള്ളത് തന്നെ ആയിരിക്കും. റിയൽമി ആകുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ തന്നെയാണ്, ഫാസ്റ്റായിട്ട് തന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റിലയബിളും ആണ്. അതായത് നമ്മൾ എപ്പോൾ 10 ഔട്ട് ഓഫ് 10 ആണ്. നമ്മൾ 10 പ്രാവശ്യം അതിൽ ടച്ച് ചെയ്ത് 10 പ്രാവശ്യം അത് ഓപ്പൺ ആവും. ഇനി ഫേസ് അൺലോക്കിങ് വരുമ്പോൾ റിയൽമി ആണ്, നല്ല കിടിലം ഫാസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെയാണ് ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, വളരെ ഫാസ്റ്റാണ്. ഓക്കെ, നല്ല കാര്യം തന്നെയാണ് ഇതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ഈ 2-3 ദിവസം ഉപയോഗിച്ചു. അപ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി മാസീവ് ബാറ്ററിയാണ്, 6000 mAh ബാറ്ററി. നല്ല ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റ് കണക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇനി അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസിൽ. അതിലെന്തായാലും പ്രോസിൽ ഈ ഒരു 6000 mAh വരും. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. കൂടുതൽ എനിക്ക് അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. അതൊന്നാമത്തെ കാര്യം. പിന്നെ അതേപോലെ തന്നെ ചാർജിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഫോണ് കിട്ടിയ പാടെ കുറച്ച് നേരം ഉപയോഗിച്ചു. പിന്നെ അതിന് ശേഷം ചാർജ് ചെയ്ത് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. ഏകദേശം 3.5 മണിക്കൂറോളം എടുത്തു ഇത് ഫുള്ളാകാൻ വേണ്ടിയിട്ട്. 18 വാട്ട് ഫാസ്റ്റ് ചാർജറാണ്.
എന്നിരുന്നാൽ പോലും ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സ്ക്രീൻഷോട്ട് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. മിനിമം ഒരു 20 വാട്ട് ഫാസ്റ്റ് ചാർജർ കൊടുക്കായിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. 3.5 മണിക്കൂറൊക്കെ കുത്തിവെക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അങ്ങനെ അല്ലല്ലോ. നമുക്ക് 1 ഹവേഴ്സിനുള്ളിൽ ഫോൺ ഫുൾ ചാർജ് ആകുന്ന ഒരു ടൈമിൽ അത് തീർച്ചയായിട്ടും കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തായിരുന്നാലും ഫസ്റ്റ് ചാർജിങ് ആയതുകൊണ്ടാണോ എന്നറിയില്ല. ഇനി കൂടുതലായിട്ട് ചാർജ് ചെയ്തിട്ട് നോക്കിയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് റിവ്യൂവിൽ അടുത്ത വീഡിയോയിൽ പറയാവുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് ഡിസ്പ്ലേയെ കുറിച്ച് പറയുമ്പോൾ ഡിസ്പ്ലേ ഞാൻ പുറത്തൊക്കെ യൂസ് ചെയ്ത് നോക്കി. വളരെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. HD+ റെസൊല്യൂഷനാണ്. അതൊരു ചെറിയൊരു പോരായ്മയാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫുൾ HD+ റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു പോരായ്മയാണ്. എന്നിരുന്നാൽ പോലും അത് യൂസ് ചെയ്യുമ്പോൾ ഒന്നും നമുക്ക് ആ ഒരു ഫുൾ HD+ അതൊന്നും നോർമലായിട്ട് യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഫുൾ HD+ റെസൊല്യൂഷനിൽ നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ചെറുതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ വൈഡ് വൈൻ L1 സപ്പോർട്ടില്ല, വൈഡ് വൈൻ L3 സപ്പോർട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം ഇങ്ങനെ ഓൺലൈൻ സ്ട്രീമിംഗ് സൈറ്റുകളിൽ HDക്ക് താഴെ മാത്രമാണ് നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാൻ സാധിക്കുള്ളൂ. HD റെസൊല്യൂഷനിൽ കാണണം എന്നുണ്ടെങ്കിൽ വൈഡ് വൈൻ L1 സപ്പോർട്ട് വേണം. അത് ഇതിനില്ല. പിന്നെ അടുത്തതായിട്ട് പ്രധാനപ്പെട്ട കാര്യമാണ് ക്യാമറയെക്കുറിച്ച് പറയുമ്പോൾ, ക്യാമറയെക്കുറിച്ച് കൂടുതലായിട്ട് അതിൻ്റെ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ നോക്കിയിട്ടില്ല. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഇതിൽ വീഡിയോയും അതേപോലെ തന്നെ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് സാമ്പിളിലേക്ക് പോയി നോക്കാം. Realme Narzo 20 എന്നുള്ള ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചിട്ടുള്ള മെയിൻ ക്യാമറ സെൻസർ ഉപയോഗിച്ചിട്ടുള്ളൊരു വീഡിയോ റെക്കോർഡിംഗ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ വോയിസ് കേൾക്കുന്നത് ഇതിൽ തന്നെ റെക്കോർഡ് ചെയ്ത വോയിസാണ്. ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഫോക്കസിങ് നോക്കുകയാണെങ്കിൽ ഫാസ്റ്റായിട്ട് ഫോക്കസിങ് നടക്കുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് പാനിങ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും ഫോക്കസ് ഹണ്ടിങ് ഇഷ്യൂ വല്ലതും ഉണ്ടോയെന്ന് അറിയാനും അതുപോലെ തന്നെ സ്റ്റട്ടറിങ് ഉണ്ടോയെന്നൊക്കെ അറിയാൻ ഇതുകൊണ്ട് സാധിക്കും. ഇപ്പം ഞാൻ Realme Narzo 20 എന്നുള്ള ഫോണിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറ ഉപയോഗിച്ചിട്ടാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് ഇത് ഉപയോഗിച്ചിട്ട് തന്നെയുള്ള റെക്കോർഡിംഗ് ആണ് നിങ്ങൾ കേൾക്കുന്നത്. സ്റ്റെബിലൈസേഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ അറിയാൻ സാധിക്കും. ഓക്കെ, ഇത് Realme Narzo 20 എന്നുള്ള ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ടുള്ള ഒരു വീഡിയോ സാമ്പിളാണ്. നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്. എങ്ങനെയുണ്ട് സ്റ്റെബിലൈസേഷൻ എന്നൊക്കെ ഈ സാമ്പിളിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ ഇമേജസ് എല്ലാം ഞാൻ ഒരുമിച്ചിട്ട് ക്ലൗഡിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് തരാം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ പോയിട്ട് നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ക്യാമറയെക്കുറിച്ച് പറയുമ്പോൾ ക്യാമറ ടു API ഇത് ഈ ഫോണിന് സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ ക്യാമറ വേർഷനൊക്കെ ഈ ഫോണിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇറക്കിയാൽ നമുക്ക് അതും ഇൻസ്റ്റാൾ ചെയ്തിട്ട് കുറച്ച് ചെറിയ രീതിയിലുള്ള ഒരു കസ്റ്റമൈസേഷനൊക്കെ നടത്താവുന്നതാണ്. അതും നല്ല കാര്യം തന്നെയാണ്. പിന്നെ അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് ഒരു പ്രൊസസ്സറിനെ കുറിച്ചാണ് പറയാനുള്ളത്. പ്രൊസസ്സറിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഈ ഉപയോഗിച്ചൊരു രീതിയൊക്കെ നോക്കുമ്പോൾ Mediatek G85 എന്നുള്ള പ്രൊസസ്സർ നല്ലൊരു പ്രൊസസ്സറാണ്, നല്ലൊരു പെർഫോമൻസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഹീറ്റിംഗ് തീരെ അനുഭവപ്പെട്ടിട്ടില്ല. ഇനി കൂടുതലായിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കൃത്യമായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. ഓവറോൾ ഈ ഒരു 1,500 പ്രൈസ്.
ആ ഒരു പ്രൈസിന് നല്ലൊരു ഫോണാണ് എന്നാണ് ഫസ്റ്റ് ഇംപ്രഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങാൻ താല്പര്യമുണ്ട് എങ്കിൽ അത് വാങ്ങാനുള്ള ഡയറക്റ്റ് പർച്ചേസ് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ നിങ്ങളിവിടെ പുതിയതാണെങ്കിൽ ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസും കണ്ടു നോക്കുക. ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും അൻസസ് വ്യൂസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.